4 കൊല്ലായി ഈ കരച്ചിലിങ്ങനെ കാണണം, ഈ വിഷമം ഈ കാണുന്നത് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ 24 മണിക്കൂർ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരവസ്ഥകളെന്നാണ് ആലോചിച്ച് നോക്കി. 24 മണിക്കൂർ ഈ മോനെ ഈ റൂമിൽ ഈ അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ മുറക്കുവെച്ച് മാറി 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 ഒരു 2 മണിക്കൂർ തേച്ച് ഞങ്ങൾ ഉറങ്ങാറില്ല. ഈ ഒറ്റ മോന് കാര്യമില്ലടാ, പൊന്നു കാര്യല്ലേ, ഈ ഒരു മോന് വേണ്ടിയിട്ടാണ്. ഉപ്പാതെ വിളിക്കൂ, ഉമ്മാതെ വിളിക്കൂ, ഞങ്ങൾ ഇങ്ങനെ കാത്തോടുത്തിരിക്കുക. സൗണ്ട് വരുന്നില്ല, കണ്ടില്ലേ, ഓക്ക് അറിയുന്നു, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. വിട്ടിരിക്കുകയാണ്. അല്ല മുന്നോ കരയല്ലേ, അവന്റെ ട്രീറ്റ്മെന്റ് നിന്ന് പോകുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. കാരണം ഇത്ര കണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുവന്നൊരു മോനെ കൈവിടാൻ പറ്റില്ല. ഞങ്ങൾ അവനെ നടക്കണത് കാണണം, ഞങ്ങൾ അവന്റെ ഉപ്പ അത് വിളിക്കണത് കേക്കണം. അല്ലാലോട്ട് പുറത്തോട്ട് ഈ മോന് വേണ്ടി നിങ്ങളെല്ലാരും ഒന്ന് സഹായിക്കണം. ഒരു വഴിയില്ലാത്തോണ്ടാണ്. മുന്നോ ഇല്ലട, മുന്നോ ഇല്ലടാ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഒരു ഉപ്പാന്റെയും ഉമ്മാന്റെയും സങ്കടകരമായിട്ടുള്ള വേദനപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഫാബിസ് എന്ന് പറയുന്ന കേവലം 4.5 വയസ്സുകാരനായ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് അറിയൂ. നിങ്ങളുടെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്ന പാലക്കാട് ജില്ലയിലെ തൃത്താല മേഴത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന മുസ്തഫ എന്ന് പറയുന്ന ഈ സഹോദരന്റെ പൊന്നുമോന്റെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ പൊന്നുമോന് വേണ്ടി നൽകണം. എത്രയും പെട്ടെന്ന് ബാംഗ്ലൂര് മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിന്റെ തലക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അതിന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോക്ക് മുന്നിൽ വീണ്ടും നിങ്ങൾ ഈ ഒരു കുടുംബത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ മോശപ്പെടുത്താനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ മാതാപിതാക്കൾ ജീവിക്കുന്ന ഒരവസ്ഥ, ഒരു പ്രയാസം നിങ്ങളൊന്ന് കാണണം. എന്റെ പ്രിയപ്പെട്ട വീഡിയോ പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഈ കുഞ്ഞിന് വേണ്ടി അവരെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം വാങ്ങി നൽകണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.